ഇന്ന് ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സമ്മർ തോട്ടത്തിലെ ആദ്യത്തെ വിളവെടുപ്പാണ്. എന്താണെന്നറിയണ്ടേ? ആദ്യം തന്നെ ഇതിൻ്റെ ഈ നെറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാവേ. അപ്പോൾ ഇതൊക്കെ നല്ലവണ്ണം വളർന്ന് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാറായിട്ടുണ്ട്. ഇതിപ്പോൾ നട്ടിട്ട് ഏകദേശം 1.5 മാസം ആയ കേൽ തൈകളാണ് കേട്ടോ. പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തെന്ന് പറഞ്ഞാൽ സാധാരണ മണ്ണിൽ നമ്മൾ കമ്പോസ്റ്റും ചാണകവും കൂടെ മിക്സ് ചെയ്താണ് ഞാനിതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ വെളുത്തുള്ളി സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുമായിരുന്നേ. ഇതിൻ്റെ ലീഫിന് ഒരു കൈപ്പത്തിയുടെ വലിപ്പമായാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാമെന്നാണ്. അപ്പം ഏറ്റവും താഴെ നിന്നുള്ള ലീഫുകളാണ് ഇതിൻ്റെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ എല്ലാത്തിൽ നിന്നും ഓരോ വലുതായിട്ടുള്ള 1-2 ഇല വീതം ഞാൻ കട്ട് ചെയ്തെടുത്തു. നമുക്കൊരു കറിക്കുള്ളതാവും കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ സെറ്റാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു കറിക്കുള്ളത് ഞാൻ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം വീണ്ടും ആ നെറ്റ് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ചില പ്രാണികളൊക്കെ വന്നിരുന്ന് മുട്ടയിടുമ്പോഴാണ് ഇതിൽ പെട്ടെന്ന് പുഴുവൊക്കെ പിടിക്കുന്നത്. നമ്മുടെ കെയിലിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു തോരൻ വെക്കാനായിട്ടുള്ള എനിക്ക് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കെയിലിനെ പറ്റി പറയുകയാണെങ്കിൽ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. വൈറ്റമിൻ കെ, സി എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു എന്താ പറഞ്ഞേ അടിപൊളി ഇലത്തോരനാണ് കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ തോരൻ വെച്ച് കഴിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മുരിങ്ങയിലയുടെ ഒരു ടേസ്റ്റാണ് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തോട്ടത്തിൽ തീർച്ചയായിട്ടും ഇതൊന്ന് വെച്ച് കൊടുക്കുക. വളരെ കുറഞ്ഞ പരിചരണം മാത്രം മതി കേട്ടോ. പിന്നെ നമുക്ക് ആഴ്ചയിൽ ഇതിൻ്റെ വിളവെടുക്കാനും പറ്റും. കാരണം ഇതിൻ്റെ ഇല വളരുന്ന അനുസരിച്ച് നമുക്ക് അടിയിൽ നിന്ന് ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ഇത് ഞാൻ സാധാരണ നമ്മൾ മുരിങ്ങയിലയൊക്കെ തോരൻ വെക്കത്തില്ലേ എന്ന് പറഞ്ഞ മാതിരി തേങ്ങ ഇട്ടിട്ട് തോരൻ വെക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ലാസ്റ്റ് ഒന്ന് മുട്ടയൊക്കെ ഒന്ന് ചീകി ഇട്ട് കൊടുത്താലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ പച്ചക്കറി തോട്ടത്തിൽ കെയിലില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു അടിപൊളി ഇലവർഗ്ഗത്തിൽപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്